നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ റിലാക്സ് ആഗ്രഹിക്കുന്നവരല്ലേ? ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച ദിവസമെങ്കിലും ബീച്ചിലൊന്ന് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബീച്ചിൽ പോകുന്നവരാണെന്നിരിക്കട്ടെ, എന്താണ് നിങ്ങൾക്ക് അവിടെ നിന്ന് സന്തോഷം കിട്ടുന്നത്? ആർത്തിരമ്പി വരുന്ന തിരമാലകളാണോ? സൂര്യാസ്തമയങ്ങളാണോ? ഇതൊക്കെയാണോ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നത്, മനസ്സിനൊരു തണുപ്പുണ്ടാകുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ ഭർത്താക്കന്മാരും ഉമ്മമാർക്ക് ഓരോ മക്കളും പ്രിയപ്പെട്ടവരാണല്ലോ. അവർ സഹിക്കുന്ന ത്യാഗങ്ങൾ എന്തേ നിങ്ങൾ മറന്നു പോകുന്നത്? പ്രഭാത സമയത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭാര്യമാരിത് ശ്രവിക്കുന്നുണ്ടോ? ഉമ്മമാരിത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ അറിയണ്ടേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആർത്തിരമ്പി വരുന്ന തിരമാലകളുടെ മുകളിലേക്ക് ഇറക്കി വെക്കുന്ന വള്ളങ്ങൾ, ആർത്തിരമ്പുന്ന തിരമാലകളോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന വള്ളങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഓരോ ഭർത്താക്കന്മാരുടെ ഉള്ളിലും ഒരു ബേജാറുണ്ട്. എന്നെ കാത്തിരിക്കുന്ന ഭാര്യ, എന്നെ കാത്തിരിക്കുന്ന ഉമ്മ, എന്നെ കാത്തിരിക്കുന്ന മക്കൾ, ഞാൻ തിരികെ എത്തുമോ? എങ്കിലും വളരെ തവക്കുലാക്കി അവർ മുമ്പോട്ട് തന്നെ കുതിക്കുമ്പോഴും വലയിലേക്ക് ഒരു മീനെങ്കിലും വന്നിരുന്നെങ്കിൽ, കുറച്ച് മത്സ്യങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ അന്നം മുട്ടിപ്പോവുമോ? അവർ പടച്ചവനെ വിളിച്ചുകൊണ്ട് നീങ്ങുകയാണ്. നിങ്ങൾ വീട്ടിലിരുന്ന് അറിയാറുണ്ടോ? അവരുടെ വിഷമങ്ങളോ അവരുടെ വേദനകളോ ചിന്തിക്കുകയോ അതിനുവേണ്ടി ദുആ ചെയ്യാറുമുണ്ടോ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത എന്ന് ഈ ദുആ അവരുടെ കൈകളിലേക്കൊന്ന് കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയ സ്നേഹം. അവരിത് ചൊല്ലിയിട്ടിറങ്ങട്ടെ. ഒരു മുസീബത്തും വൈകുന്നേരം വരെയും ഉണ്ടാവൂല. വൈകുന്നേരമാണിത് ചൊല്ലുന്നതെങ്കിൽ പ്രഭാതം വരെയും ഉണ്ടാവൂല. മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ശീലമാക്കാം. നല്ല ഒരു ജീവിതം ഉണ്ടാകട്ടെ. വീണ്ടും കാണാം.